ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. 14 ആണ്ട് മുൻപ് പണിയിടത്തിൽ നിന്നും അമ്മയെ കാണാൻ പോയ 22-കാരിയെ ചോരവാർന്ന് കണ്ടെത്തിയ അന്നു മുതൽ 5 ദിവസം നരകയാതന അനുഭവിച്ച് നമ്മളെ വിട്ടുപോയ അന്നു മുതൽ ഇത്രയും അധമനായ ഒരാൾ മലയാളിക്കില്ല. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ കുറ്റകൃത്യം നടത്തിയ കൊടും ക്രിമിനൽ എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകുന്ന മൃഗതുല്യ മനസ്സുള്ളവനെ അതീവ സുരക്ഷയിൽ സൂക്ഷിക്കാൻ കേൾപ്പില്ലാത്തത്ര ദുർബലപ്പെട്ടോ നമ്മുടെ ആഭ്യന്തര വകുപ്പ്. ഒരു സിസ്റ്റം മൊത്തം വളയാതെ ഒരു കമ്പി മാത്രം വളച്ച് രക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കാൻ തൽക്കാലം മലയാളിക്കാവില്ല. ആക്സോ ബ്ലേഡ് കൈക്കലാക്കി സെല്ലിന്റെ കമ്പി ഉപ്പിട്ട് തുരുമ്പിപ്പിച്ച് ഒരുപാട് നാളുകളെടുത്ത് അറുത്തുമാറ്റുമ്പോഴും എവിടെയായിരുന്നു ജയിൽ ജീവനക്കാർ? 1:15 സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി 4 മണിവരെ മതിലിനടുത്ത് ഒളിച്ചിരുന്നപ്പോഴും കൂറ്റൻ വാട്ടർ ടാങ്കുകൾ മതിലിനടുത്ത് എത്തിച്ചപ്പോഴും ആരും കാണാതെ പോയത് എങ്ങനെയാണ്? തുണികൾ കൂട്ടിക്കെട്ടി വടമുണ്ടാക്കാൻ കൊണ്ടുപോകുമ്പോഴും മുഴുവൻ സമയം ഡ്യൂട്ടിയിലുള്ള 3 വാർഡന്മാർ എന്തെടുക്കുകയായിരുന്നു? എന്തുത്തരം പറഞ്ഞാലും തീരാത്തത്ര വീഴ്ചകളുണ്ടതിൽ. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയെന്ന് കേട്ടപ്പോൾ പേടിച്ചുപോയ എത്ര സ്ത്രീകളുണ്ടാകും നാട്ടിൽ? അവരോട് മറുപടി പറയേണ്ടത് സർക്കാരാണ്. എങ്ങനെ ചാടി എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM-ൽ നിന്നും SK സജീഷ്, മുസ്ലിം ലീഗിൽ നിന്നും ഷാഫി ചാലിയം, സൗമ്യയുടെ അമ്മ സുമതി ഉണ്ടാകും, KG സൈമൺ റിട്ടയർഡ് SP, ഡോക്ടർ ഷേർലി വാസു ഫോറൻസിക് സർജൻ, ഉണ്ണികൃഷ്ണൻ പ്രദേശവാസി എന്നിവരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം തേടുകയാണ്. ഷാഫി ചാലിയം, ഇന്നിപ്പോൾ ഗോവിന്ദച്ചാമി ചാടി എന്ന് അറിഞ്ഞപ്പോൾ മുതൽ വലിയ ആശങ്കയായിരുന്നു. നാലുപാട് നിന്നും വാർത്തകൾ, മാധ്യമങ്ങൾ അതിന് പിന്നാലെയായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് 3 മണിക്കൂർ എടുത്താണെങ്കിലും അതിൻ്റെ പിന്നാലെ മാധ്യമങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. നാട്ടുകാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടാനായത്. എന്തു തരത്തിലുള്ള വീഴ്ചകളൊക്കെയാണ് ഇതിൽ സംഭവിച്ചതെന്നാണ് പ്രതിപക്ഷം കരുതുന്നത്? എല്ലാ വീഴ്ചകളുടെ ഒരു പ്രവാഹം തന്നെയാണ് സമീപകാലത്ത് നമ്മുടെ നാട്ടിലുള്ളത്, അല്ലേ? സുരക്ഷാ വീഴ്ച എവിടൊക്കെയാണ്? റോഡിൽ വീഴ്ച, ആശുപത്രിയിൽ വീഴ്ച, സ്കൂളുകളിൽ വീഴ്ച. അതീവ സുരക്ഷയോടുകൂടി സുരക്ഷാ ഭീഷണി നാട്ടുകാർക്കുള്ള വ്യക്തികളാണ് ഈ ക്രിമിനലുകൾ. അവർക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. ആ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഈ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത്. എന്നിട്ട് ഇന്നിപ്പോൾ കേരള പോലീസിന് ഞാൻ സ്മൃതിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. കേരള പോലീസിൻ്റെ മീഡിയ വിങ് ഇന്ന് വലിയൊരു ആഡ് പുറത്തിറക്കിയിട്ടുണ്ട്. ഗോവിന്ദച്ചാമി ജയിൽ ചാടി, മണിക്കൂറുകൾക്കകം പൊക്കി കേരള പോലീസ്. എങ്ങനെയുണ്ട്? ആരാ പൊക്കിയത്? പോലീസിന് എങ്ങനെ പൊക്കാൻ കഴിഞ്ഞത്? ഇയാൾ കിണറിൽ ഒളിച്ചു നിൽക്കുന്നത് കണ്ടതാരാ? കണ്ടുപിടിച്ചത് പോലീസാണോ? അല്ല, ഒരു റിട്ടയർഡ് സൈനികനാണ്. പോലീസിനെ വിളിച്ച് ഇത് പറഞ്ഞത് ഒരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പം നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതുകൊണ്ട് ആ റിട്ടയർഡ് സൈനികൻ ആ കിണറിൽ പോയി നോക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഗോവിന്ദച്ചാമിന് കിട്ടുമോ? എന്തായിരിക്കും സ്മൃതി ഇന്നത്തെ നമ്മുടെ ചർച്ച? ഗോവിന്ദച്ചാമി എവിടെ, അല്ലേ? അതായിരിക്കും നമ്മളെ ഹെഡ്ലൈൻ. ഗോവിന്ദച്ചാമിയെ പോലുള്ള ഒരു കൊടും ക്രിമിനൽ, ആ കൊടും ക്രിമിനൽ വേണമെങ്കിൽ ആ വെള്ളം കുടിച്ചാൽ കിണറ്റിൽ ഒരാഴ്ച താമസിക്കും, ഒരു സംശയവും വേണ്ട. കാരണം അയാളെ പേരിൽ അത്രയും കേസുണ്ട്. ജയിലിൽ തന്നെ അയാൾ ഒരുപാട് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് ഭക്ഷണവുമായി ബന്ധപ്പെട്ട്. ഇന്ന് തന്നെ സ്മൃതി വാർത്തയിൽ വായിക്കുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. ഇത്തരത്തിലൊരാൾ എങ്ങനെ ചാടാൻ സാധിച്ചു? അപ്പം സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ശ്രീ ഗോവിന്ദൻ മാഷെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ജയരാജനെ പോലെ ന്യായീകരിക്കാൻ അല്ല ഗോവിന്ദൻ മാഷ് വന്നത്. വീഴ്ചയില്ലാതെ എങ്ങനെ ഗോവിന്ദച്ചാമിക്ക് ചാടാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. എന്നാൽ P. ജയരാജൻ എന്താ പറഞ്ഞത്? ഇത് വീഴ്ചയായി കാണാൻ പറ്റില്ല. അപ്പൊ വീഴ്ചയായി കാണാൻ പറ്റില്ല. ജയിൽ വകുപ്പാണ്, 2 വകുപ്പാണ്, 2 മുഖ്യമന്ത്രിയുടെ വകുപ്പുകളാണ്. ഉദ്യോഗസ്ഥ വീഴ്ചയായിട്ടാണ് ഇതിൽ നേതാക്കളുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥ വീഴ്ച അല്ല, ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയില്ല എന്ന് ജയരാജൻ പറഞ്ഞു. ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞത്? വീഴ്ച ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥ വീഴ്ചയോ വകുപ്പ് തല വീഴ്ചയോ എന്നത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം വീഴ്ച ഉണ്ടായതുകൊണ്ടാണല്ലോ ഗോവിന്ദച്ചാമി ചാടിയതെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്. എത്ര ലാഘവത്തിലാണത്? വീഴ്ചപ്പം പുൽവാലയിലും പെഹൽഗാമിലും ഒക്കെ വീഴ്ചകളുണ്ട്.
അവിടെയൊക്കെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ ഇവിടെ വീഴ്ച വരുമ്പോൾ എന്താ പറയുന്നത്? ആ വീഴ്ച പരിഹരിക്കാൻ എന്താണ്, എങ്ങനെ ഈ ഗോവിന്ദച്ചാമിക്ക് ചാടാൻ സാധിക്കുന്നു? നമുക്കത് മനസ്സിലാവില്ല അതിൻ്റെ ലോജിക്ക്. ശരി, ഇപ്പം ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരു ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ദീർഘകാലം ജയിലിൽ കഴിഞ്ഞ ഞങ്ങളെ പാർട്ടിയുടെ ഒരു നേതാവുണ്ട്, PK ഫിറോസിനെ വിളിച്ചു, ഫാത്തിമ തഹ്ലീനും വിളിച്ച് ജയിൽ അനുഭവങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചറിഞ്ഞു. മുൻ റിട്ടയർഡ് ജയിലർമാർ പിന്നെ അതേപോലുള്ള അത്തരത്തിലുള്ള വാർഡന്മാരായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. ഒരു ദിവസം 1 മണിക്കൂറിൽ 1 നേരം ഒരു പോലീസുകാരൻ, പ്രത്യേകിച്ച് 3 പോലീസുകാർ ആ L ഷേപ്പിലുള്ള ആ ജയിലിൻ്റെ മുന്നിലൂടെ എല്ലാ അറകളിലേക്ക് നോക്കി അവിടുത്തെ ആളുണ്ടോയെന്ന് ഉറപ്പുവരുത്തും. 3 പേര്. അത് ഫുൾ ടൈം 24 hours. രാത്രി 1:30 മണിക്കാണ് ഇയാൾ ജയിലിൽ നിന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞു. അതിനുശേഷം 7:15 പോലീസിലേക്ക് പരാതി കൊടുക്കും വരെയുള്ള ദീർഘമണിക്കൂറുകൾ എന്തുകൊണ്ട് ഒരു പോലീസുകാരനും അതിലൂടെ പോയില്ല? പിന്നെ ഈ ഗോവിന്ദസ്വാമിക്ക് ഇതൊക്കെ മുറിക്കാനുള്ള ആയുധമൊക്കെ ഇവിടെ നിന്നാണ് കിട്ടുന്നത്? എങ്ങനെ കിട്ടി? ഉള്ളിൽ അടക്കപ്പെടുന്ന ഒരു പ്രതിയാണ്, പുറത്ത് തുറന്ന ജയിലിലോ അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുന്ന ആളോ ഒന്നല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എത്ര വസ്ത്രങ്ങൾ കിട്ടിയെന്നോട്ടെ, ഈ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി ഈ 7.5 മീറ്റർ ഹൈറ്റുള്ള മതിലിൻ്റെ മേലെയുള്ള ഇലക്ട്രിക് ഫെൻസിങ്ങിലേക്ക് എറിഞ്ഞു പിടിപ്പിക്കുന്നു. അങ്ങനെ പിടിപ്പിച്ചാൽ അതൊരു കയറ് പോലെയാവും. നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട്. ആ കയറ് 2 കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ കയറി പോകണം. ഇത് ഒരു കൈയില്ല, പിന്നെ എങ്ങനെ അയാൾ കയറി? ഈ ഒരു കൈയില്ല എന്ന് പറയുന്നത്, നമ്മൾ ഒരു കൈയില്ല എന്ന് പറയുമ്പോഴും അയാൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് കുറച്ചുകൂടി വ്യക്തമായി എനിക്ക് തോന്നുന്നു ഡോക്ടർ ഷേർലി വാസുവിന് പറയാൻ പറ്റും. ഫോറൻസിക് സർജൻ. ഞാൻ ഷേർലി വാസുവിലേക്ക് പോവുകയാണ്. ഡോക്ടർ ഷേർലി വാസു, ഈ ഗോവിന്ദച്ചാമി നടത്തിയ അതിക്രൂരമായ ബലാത്സംഗം അത് ഏതൊക്കെ തരത്തിലാണ് സൗമ്യയ്ക്ക് പരിക്കേൽപ്പിച്ചത് എന്നടക്കമുള്ള വിവരങ്ങൾ ഡോക്ടർ ഷേർലി വാസുവിന് അറിയാം. അയാൾക്ക് ഒരു കൈയില്ല, പക്ഷെ അതൊരു ബുദ്ധിമുട്ടായി അയാൾക്ക് മാറുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ ഒരു കൈയില്ല എങ്കിലും ആ കൈ കൊണ്ട്, ആ ഭാഗം കൊണ്ട് അയാൾ എത്രത്തോളം ശക്തമായി പ്രഹരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമടക്കം ഡോക്ടർക്ക് അറിയാം. അതിൽ അതിക്രൂരമായ കാര്യങ്ങൾ മാത്രമല്ല, അയാൾ ഇപ്പോൾ ജയിലിൽ ആ കൈ ഇല്ല എങ്കിലും അയാൾ അവിടെ വ്യായാമം ചെയ്യുന്നുണ്ട്, പുഷപ്സ് എടുക്കുന്നുണ്ട്. അയാൾക്ക് ഒരു കൈയില്ലാത്തൊരവസ്ഥയില്ല. ആ ഭാഗം കൊണ്ട് അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നാണ് ജയിൽ ജീവനക്കാർ പറയുന്നത്. ഡോക്ടറുടെ ഒരു മനസ്സിലാക്കൽ, സൗമ്യയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു ഫോറൻസിക് സർജൻ എന്ന നിലയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടല്ലോ, ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ, സൗമ്യയുടെ ശരീരത്തില് ഒരു കൈ കൊണ്ടുള്ള പ്രയോഗങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. രണ്ടാമത്തെ കൈ, ഇടത്തു കൈയുടെ ഒരു സ്പർശമേറ്റിട്ടില്ല. വലത്ത് കൈ കൊണ്ട് മാത്രമാണ് ഉടുപ്പിന്റെ ഇടത്ത് കോളർ സൈഡിൽ പിടിച്ച് വലിച്ചിട്ട് ഇടത്തെ കയ്യെ പിടിച്ചിട്ട് തിരിച്ച് പുറകോട്ട് വെക്കുക, പിന്നെ മുടി പിടിച്ചിട്ട് ഇടിച്ച് പരിക്കേൽപ്പിച്ച് താഴെ ഇടുക, എടുത്ത് ചുമലിലിട്ട് പോവുക, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ ഡ്രസ്സ് മുഴുവൻ അഴിച്ചിട്ടുണ്ട്. അതിൽ അയാള് പോലീസിനടുത്ത് അമർഷം പറഞ്ഞിട്ടുണ്ട്. 2 ലെയർ ഡ്രസ്സ് ഇട്ടിരുന്നു എന്ന് തോന്നുന്നു. കുട്ടി ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി പോരുമ്പോ മേലെ ഒരു ഉടുപ്പും കൂടി ഇടുകയാണ് ചെയ്തത്. അപ്പൊ അത് അഴിച്ചു മാറ്റേണ്ടി വന്നതിലുള്ള ദേഷ്യമൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് ചെറിയ അലോരസങ്ങൾ അയാൾക്ക് ഉണ്ടാക്കുന്നുണ്ട്, അയാൾക്ക് കൈയില്ലാത്തത് കൊണ്ട്. പക്ഷേ അയാൾ അത് ഓവർകം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞ ആളാണ്. അയാള് മുന്നാലെ ബൈക്ക് ഓടിച്ചിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. പക്ഷെ ഇപ്പൊ അത് ഒരു പക്ഷെ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അയാളുടെ മറ്റു കാര്യങ്ങൾ, അയാൾ കൂടുന്ന ട്രെയിനിൽ പിടിച്ച് കയറാനും ഒരു കൈ കൊണ്ട് കയറാനും ഒരു കൈ കൊണ്ട് ഇറങ്ങാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയാൾക്ക് പറ്റുന്നുണ്ട്. ഹീസ് വെരി എജൈൽ. അയാൾക്ക് ഡോക്ടർ ഹിതേഷ് ശങ്കർ ഇദ്ദേഹത്തിന് പരിശോധന നടത്തിയപ്പം അദ്ദേഹത്തിന് മുറിവുള്ള സാധാരണ ഒരു കൈപ്പത്തി പോയ ഒരാളുടെ ഫോറാം വീക്കാണ് ഉണ്ടാവുക. കാരണം അത് ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് അതിന് ബലക്കുറവാണ് ഉണ്ടാവുക. അദ്ദേഹം ഗ്രേഡ് 5, അതായത് സാധാരണ മനുഷ്യർക്ക് സാധാരണ ഉള്ള നോർമൽ സ്ട്രെങ്ത് ആ മുറിഞ്ഞു പോയ കയ്യിലും ബാക്കി നിൽക്കുന്ന ഭാഗത്ത് ഉണ്ട് എന്നുള്ളത് കോടതിയിൽ തെളിവായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് പരിശോധിച്ച് കിട്ടിയ ഫലങ്ങളാണ്. അയാളുടെ 2 കൈയും തമ്മിൽ വ്യത്യാസമില്ല, അയാൾക്ക് കൈപ്പത്തി ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇയാൾ ആ കൈമടക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതിൽ ഒട്ടും അതിശയം അത്ഭുതമൊന്നും നമുക്കാർക്കും തോന്നണില്ല. അയാൾക്ക് അതൊരു ഹാൻഡിക്യാപ്പ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അയാൾ അതിനെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾ ഈ പുറത്തേക്ക് ചാടി എന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം ഡോക്ടർക്ക് തോന്നിയ ഒരു കാര്യം എന്താണ്? അയാൾ ചാടി എന്ന് പറഞ്ഞപ്പോ എല്ലാ സ്ത്രീകൾക്കും സുരക്ഷ നഷ്ടപ്പെട്ടു. അയാളെ തിരിച്ചു പിടിക്കുന്നത് വരയ്ക്കും വി ഓൾ ഫീൽ അൺസേഫ്. കാരണം അയാൾ എന്ത് ചെയ്യും എന്നുള്ളത് അയാൾക്ക് മാത്രമേ, കണ്ണിൽ കണ്ടവരെ ഉപദ്രവിക്കുന്ന ഒരു നേച്ചറാണ്.
അയാളെ പിക്കപ്പ് ചെയ്തത് യാതൊരു മുൻകരുതലും ഒന്നുമില്ലാതെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് യാത്ര ചെയ്തു എന്നുള്ളത് മാത്രമാണ് ആ കുട്ടി ചെയ്ത. കുട്ടിയുടെ കൂടെ ആ സമയത്ത് ഒരു ഗാർഡിയൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തതാണ്. ലാസ്റ്റ് ഫേസ് വരയ്ക്കും അവരെ കൂടെ യാത്രക്കാരുണ്ടായിരുന്നതാണ്. അവരുടെ സൈഡിൽ 100% ഇയാൾ ടിക്കറ്റ്ലെസ് ആണ്, ഇൻട്രൂഡർ ആണ്, ഒരു മലീഷ്യസ് ഇന്റൻഷനിൽ തന്നെ കയറിയിട്ട് പ്രവർത്തിച്ചതാണ്. അപ്പൊ അയാൾക്ക് അതിലൊരു തടസ്സങ്ങളൊന്നും ഇല്ല. അയാൾക്ക് ആരെയും പിടിച്ചിട്ട് എന്തും ചെയ്യാം. പേഴ്സണലി സ്പീക്കിംഗ് എന്റെ വീട്ടുകാരെല്ലാം എന്റെ സേഫ്റ്റിനെ പറ്റിയിട്ടും ബോധേഡായിരുന്നു. എന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ ഒരു ആശങ്ക? ഡോക്ടറെ കൃത്യമായിട്ട് അയാൾക്ക് എങ്ങനെ അറിയാം? ഞാൻ 4 ദിവസം അയാൾക്കെതിരെ മുഖത്ത് നോക്കി തെളിവ് കൊടുത്ത ആളല്ലേ. അയാൾ ചെയ്തതെല്ലാം കൈകൊണ്ട് അഭിനയിച്ചും കാണിച്ചു. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നിരവധി തവണ കോടതിയിൽ അയാൾ ചെയ്ത ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തിട്ടല്ലേ എവിഡൻസ് കൊടുത്തത്. അയാളുടെ പ്രസൻസിൽ തന്നെയല്ലേ. നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. പ്രതിയുടെ മുന്നിൽ വെച്ച് തെളിവ് കൊടുക്കണം, പ്രതിക്ക് മനസ്സിലാവുന്ന രീതിയിൽ തെളിവ് കൊടുക്കണം. ഹി വാസ് കീൻലി അറ്റൻറ്റീവ്. അയാള് വളരെ ശ്രദ്ധാപൂർവം നിന്ന് അത് എവിഡൻസ് മുഴുവൻ കേട്ടയാളാണ്. അയാളുടെ മുഖത്ത് ഭാവബാധയൊന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും അയാൾക്ക് അതില് തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന് മുഴുവൻ കുട്ടിയുടെ ശരീരത്തിൽ മുറിപ്പാടുകൾ ഉള്ളത് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ശരി, ഡോക്ടറിലേക്ക് വരാം. ഞാനൊന്ന് സൗമ്യയുടെ അമ്മയിലേക്ക് പോവുകയാണ്. കേൾക്കാമോ? അമ്മയ്ക്ക് കേൾക്കാമോ? കുറച്ചു നേരം ആശങ്കയുണ്ടായിരുന്നു ഇയാൾ പുറത്തേക്ക് ചാടി എന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ ഉടൻ തന്നെ പിടികൂടിയല്ലോ. ഇപ്പോൾ എന്താണ് സൗമ്യയുടെ അമ്മയ്ക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? അയാളെ പിടികൂടി കഴിഞ്ഞിരിക്കുന്നു, ഇനി എന്ത് വേണമെന്നാണ് പറയാനുള്ളത്? ഇനി അവനെ നമുക്കിത് ഇവൻ പുറത്തേക്ക് ഇറങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മളാകെ ബേജാറായി. കാരണം നമ്മൾ ഇത് ഞാൻ അനുഭവിച്ച ദുഃഖം ഇനിയൊരമ്മ അനുഭവിക്കരുതെന്നുള്ളൊരു ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യതാണ്. അപ്പം ഇപ്പം അവൻ പിടിക്കപ്പെട്ടപ്പോൾ എന്താ ഞാൻ ചിന്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അവൻ പുറലോകം കാണരുത്. ഒരു കാരണവശാലും അവൻ പുറത്തേക്ക് ഇറങ്ങാത്ത രീതിയിൽ വല്ല അറയിലും കൊണ്ട് അവനെ അടയ്ക്കണം, അല്ലെങ്കിൽ അവനെ കൊല്ലണം. തൂക്ക് കയറ് തന്നെ അവന് പറ്റൂ. കാരണം ഇപ്പം ഡോക്ടർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ കൂടിയാണ് ഡോക്ടർ പറഞ്ഞതെല്ലാം കേട്ടത് എൻ്റെ മകളെ കുറിച്ച്. അങ്ങനെയാണ് ഞാൻ പല കാര്യങ്ങളും അറിഞ്ഞത്. ഇപ്പോൾ ഡോക്ടർ ലൈവിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തോ നെഞ്ചത്ത് കൂടെ എന്തോ പോയ പോലെ. കാരണം അത്രയേറെ എൻ്റെ മോൾ അനുഭവിച്ച് തീർന്നല്ലോ. മനസ്സിലാക്കുന്നു. ഒന്നുകൂടി അതൊക്കെ വീണ്ടും കേൾക്കേണ്ട ഒരു അവസ്ഥ എന്നുള്ളത് ഏറ്റവും ദുഃഖകരമാണ്. പക്ഷെ ആ പ്രതി പുറത്ത് ചാടിയത് കൊണ്ടാണല്ലോ നമ്മളത് ചർച്ച ചെയ്യുന്നത്. അയാൾ ഇനി പുറത്തിറങ്ങരുത് അല്ലേ? ഇനി പുറത്തിറങ്ങരുത്. പിന്നെ അത് പുറത്തിറങ്ങരുത് മാത്രമുള്ള കാര്യമല്ല എനിക്ക് എൻ്റെ വിഷയം. ഇവൻ അവിടുന്ന് ജയിലിൽ ചാടാൻ ആരവനെ സഹായിച്ചു? ഒരിക്കലും അവനെ ഒറ്റയ്ക്ക് അത് ഇത്രയും വലിയൊരു മതിൽ കയറി ഇറങ്ങില്ല. ട്രെയിൻ കയറി ആയത് ശരി, ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ പോലെ വസന്ത് സാർ പറഞ്ഞ എല്ലാം ശരിയാണ്. പക്ഷേ ഇത് ഇത്രയും വലിയൊരു മതിൽ ചാടാനെങ്കിൽ ഇവിടുന്ന് ചാടാനോ അവനാരെങ്കിലും ഒരാൾ സഹായിക്കാതിരിക്കില്ല. അതെന്തായാലും കണ്ടെത്തണം. അതിന് വേണ്ട ശിക്ഷകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുകയും വേണം. അത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ ഇതുപോലെ ഇനി ഇതുപോലെ വല്ല അക്രമങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ എത്ര അമ്മമാർ തീ തിന്നും. ഈ കുഞ്ഞു മക്കളുള്ള ആളല്ലേ, പെൺകുട്ടികളോ എത്ര ആൾക്കാർ വീട്ടിൽ പെൺകുട്ടികളുണ്ട്. ആരോടെങ്കിലും ദയാവുണ്ടോ? ഇവൻ്റെ ഒരു ഇതല്ലേ അവൻ്റെ ആവശ്യങ്ങൾ. അത് അങ്ങനെ പോരാ. അവനെഞ്ഞ് ഒരിക്കലും പുറലോകം കാണാത്ത രീതിയിൽ അവനെ തൂക്കിക്കൊല്ലാനുള്ള രീതിയിൽ തന്നെ അവനെ വിധിക്കപ്പെടണമെങ്കിൽ അവൻ പുറലോകം കാണുകയും ചെയ്യരുത്. അതായിരിക്കണം എൻ്റെ ആവശ്യം. അതാണ്, എനിക്കതാണ് വേണ്ടത്. ഞാൻ KG സൈമണിലേക്ക് റിട്ടയർഡ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഒന്നും പറഞ്ഞു പൂർത്തിയാക്കോളൂ അമ്മ. പറഞ്ഞു പൂർത്തിയാക്കോളൂ. ഹലോ, പറഞ്ഞു പൂർത്തിയാക്കിക്കോളൂ. അല്ല, എനിക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവൻ ജയിൽ ചാടി കഴിഞ്ഞപ്പം ഇവൻ ജയിൽ ചാടിയിട്ട് പോകുമ്പം ഇത് കണ്ടെത്തിയൊരു കുട്ടി, അതാരാണെന്ന് എനിക്കറിയില്ല, പയ്യൻ്റെ പേര് പറയണ കേട്ടു. അവനോട് ഒരു നന്ദിയും കൂടിയുണ്ട്. കാരണം ഒരുപാട് അമ്മമാരുടെ ഉറക്കമല്ലെങ്കിൽ ഇന്നത്തെ ഒരു രാത്രി കൊണ്ട് തീർന്നു പോയിരുന്നു. അത് അവനെ തിരിച്ചറിയാനും കാണാനും
അതിൻ്റെ പിന്നാലെ ഓടാനും എല്ലാം ഉള്ളൊരു മനസ്സ് കാണിച്ച ആ ധൈര്യം പറയാതിരിക്കാൻ വയ്യ. ആ കുട്ടിയോടും കൂടി ഒരു 2-3 പേരുണ്ട്. 2-3 കാണാൻ പേരുണ്ട്. കഴിഞ്ഞില്ലെങ്കിലും സ്വാമിയുടെ 2-3 പേരുണ്ട് വിവരം അറിയിച്ചത്. എല്ലാവരോടും. അതെ. അല്ല, ഞാൻ ഈ എൻ്റെ രാവിലെ എൻ്റെ ഈ ഒരു ഏത് ചാനലെന്നറിയില്ല, അവർ വിളിച്ച് എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്. കണ്ണൂർ ജയിലിലല്ല അവൻ കിടക്കണത്. അപ്പം ജയിലിൽ ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിയ്യൂർ ജയിലിലേക്ക് മാറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഒടുവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഞാനൊന്ന് ശ്രീ KG സൈമണിലേക്ക് പോകുന്നു. ശ്രീ KG സൈമൺ, എങ്ങനെ ഇയാൾ ജയിൽ ചാടി എന്നുള്ളതാണല്ലോ സംശയം. ഈ ഒറ്റക്കൈ വെച്ച് ഇയാൾ എങ്ങനെ ജയിൽ ചാടി? 7 അടി പൊക്കമുള്ള മതിൽ, അതിനു മുമ്പുള്ള കടമ്പകൾ ഇയാൾ എങ്ങനെ ഒറ്റയ്ക്ക് സാധിച്ചെടുക്കുന്നു? അതുപോലെ ഈ ഗ്രില്ല് പൊളിക്കാനുള്ള പരിപാടികളൊക്കെ നേരത്തെ തുടങ്ങി. ഉപ്പ് വിതറി കമ്പികൾ തുരുമ്പിപ്പിക്കുന്ന പരിപാടികൾ തുടങ്ങി. അതിനുള്ള ഉപ്പ് ശേഖരിക്കുന്നു. ഭക്ഷണത്തിന് കൊടുക്കുന്ന ഉപ്പായിരിക്കും അയാൾ ഭക്ഷണത്തിന് ഉപയോഗിക്കാതെ മാറ്റിവെച്ചത്. ഊണ് കഴിക്കാതെ സ്ഥിരമായി ചപ്പാത്തിയിലേക്ക് മാറുന്നു. അതിനു മുമ്പ് ബിരിയാണിക്ക് വേണ്ടി അവിടെ അടിയുണ്ടാക്കിയ ആളാണെന്ന് ഓർക്കണം. ഭക്ഷണം കഴിക്കാതെ ഇയാൾ എല്ലും തോലുമാകുന്നു. ജയിൽ അധികൃതർക്ക് ആർക്കും ഒരു സംശയവും തോന്നില്ല. ഇയാൾ താടി വളർത്തുന്നു. താടി വളർത്താൻ പാടില്ല എന്നല്ലേ ചട്ടം? ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇത് വളരെ ദൗർഭാഗ്യകരമായി പോയി. കാരണം നമുക്കൊരു ആൻസർ പറയാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ഓഫീസർ എന്ന രീതിയിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവമാണ് ഇന്ന് രാവിലെ നടന്നത്. ഇപ്പം ഡോക്ടർ ഷേർലിവാസ് പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. അതായത് ഡോക്ടർ എന്നെ പേടിച്ചു പോയെന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. എത്രയോ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ്, എത്രയോ കേസിന് മൊഴി കൊടുത്ത ഡോക്ടറാണ്. ആ ഡോക്ടർ മാത്രം കാര്യമല്ല അത്. ഇന്ന് രാവിലെ ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ വിളിച്ചത് അന്ന് അന്വേഷിച്ച മാഡത്തെയാണ്. ഗൺമാൻ ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചത്. കാരണം ഇത് പെട്ടെന്ന് തന്നെ നമുക്കറിയാം, ഇവൻ്റെ സ്വഭാവം നമുക്കറിയാം. വളരെ വളരെ ക്രൂവലാണ് ഈ മനുഷ്യൻ. ഇനി ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഇത് വളരെ ഉദാസീനമായിട്ട് അല്ലെങ്കിൽ ഒരു വിധത്തിലുള്ള ഒരു ചെക്കിംഗ് ഇല്ലാതെ പോയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച 7 അടി ഉയരത്തിലുള്ള ഒരു മതിലിൻ്റെ മുകളിലേക്ക് ബെഡ്ഷീറ്റ് കൊണ്ട് കെട്ടിടുക എന്ന് വെച്ചാൽ തന്നെ 2 കൈയുള്ളവർക്ക് ബുദ്ധിമുട്ട്. പക്ഷേ ഇവനെ സംബന്ധിച്ച് ഇവർക്ക് വലിയ ആരോഗ്യമുണ്ട്. കിണറ്റിന് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കിണറ്റിന് കയറുമ്പോൾ ഒറ്റ കൈ കൊണ്ട് തന്നെ മുകളിലോട്ട് പിടിച്ച് കാല് താഴെ വെച്ച് ഇവൻ കയറുകയാണ്. ഇവന് നല്ല ആരോഗ്യമുള്ളവനാണ്. അതിൽ മറ്റേ കൈയിൽ നിന്ന് ഇടത കൈ എന്ന് പറഞ്ഞിട്ടുണ്ട്, കൈപ്പത്തി പോയിട്ടുണ്ട്. നല്ല ആരോഗ്യമാണ് കൈക്ക്, ഇപ്പം ഡോക്ടർ പറഞ്ഞു. പക്ഷെ അവിടെ അല്ല പ്രശ്നം. നമ്മുടെ ഒരു ഉദാസീനത എടുത്തുകൊണ്ട് അടുത്ത് ആരും തർക്കിച്ചിട്ട് കാര്യമില്ല. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ നമ്മൾ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഉദാസീനത എന്നുള്ളത് ശ്രീ KG സൈമൺ, കീഴുദ്യോഗസ്ഥരായ കുറച്ച് ജയിൽ ജീവനക്കാരുടെ ഉദാസീനത മാത്രമായിട്ടാണോ അതിനെ കാണേണ്ടത്? അല്ലല്ല, ഒരിക്കലും അല്ല. ഞാനത് പറയാൻ വേണ്ടിയാണ് വന്നത്. കാരണം ഇപ്പം ഒരു ജില്ലാ പോലീസ് ഇപ്പോഴിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാൾ കസ്റ്റോഡിയൽ ഡെത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം പോലീസ് SP-ക്ക് വരെ DPC-ക്ക് വരെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ആയിട്ടുള്ളത്. ചിലപ്പോൾ DPC അറിയണമെന്നില്ല, ജില്ലാ പോലീസ് മേധാവി അറിയണമെന്നില്ല. പക്ഷേ രാത്രിയിൽ ഒരാളെ പിടിച്ചുകൊണ്ട് ഇടുകയാണെങ്കിൽ അവരെപ്പറ്റി അന്വേഷിക്കുക എന്നുള്ളതും മറ്റു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും DPC-യുടെ ചുമതലയാണ്, ജില്ലാ പോലീസ് മേധാവിയുടെ ചുമതലയാണ്. അദ്ദേഹം അന്വേഷിക്കണം. ചിലപ്പോൾ SHO അത് അറിയണമെന്നില്ല, പക്ഷേ SHO ആയിരിക്കും 1-ാം പ്രതി എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ നടന്നിരിക്കുക. കാരണം ഇത് ഒരു നല്ല സുരക്ഷയിൽ പോകേണ്ട ഒരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. അതിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഇങ്ങനൊരു ജയിൽ ചാട്ടം ഉണ്ടാവുമെന്ന് ഒരിക്കലും നമ്മളാരും പ്രതീക്ഷിച്ചില്ല. അത്രയും നല്ല സെക്യൂരിറ്റിയാണ് ഉള്ളത്. പക്ഷേ അതിന് അലംഭാവം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. അത് ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറയുന്നു. ചിലർ പറഞ്ഞ് ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറയുന്നു. ചിലർ പറയുന്നത് അതിൻ്റെ ഫെൻസിങ് ശരിയല്ലെന്ന് പറയുന്നു. ഇതിനെല്ലാം നോക്കുവാനായിട്ടും അത് ശ്രദ്ധിക്കാനായിട്ടും എല്ലാം വെള്ളിയാഴ്ച റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കേണ്ട ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ട ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം നമുക്കെല്ലാം അറിയാം. ഇപ്പം തന്നെ ഓഡിറ്റ് വരുന്ന സമയത്ത്, ഇപ്പം ഞാൻ ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഒരു ഓഡിറ്റ് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ജനറേറ്റർ വാങ്ങിക്കും. ചിലപ്പം 5 ഹോഴ്സ് പവറിൻ്റെ ജനറേറ്റർ വാങ്ങിക്കും. ഓഡിറ്റേഴ്സ് വരുമ്പോൾ ആ ജനറേറ്റർ നോക്കിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കും, എത്ര നാൾ വർക്ക് ചെയ്തിട്ടുണ്ടോ നോക്കും. എന്നിട്ട് അതിന് റിപ്പോർട്ട് തയ്യാറാക്കാറുണ്ട്. കാരണം ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് വാങ്ങിച്ചതാണോ അല്ലയോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഒരു ഓഡിറ്റിങ് എല്ലാ ആഴ്ചയും നടക്കേണ്ടതാണ്. ആ നടന്നില്ലെങ്കിൽ
അത് വളരെ ഗുരുതരമായൊരു വീഴ്ചയാണ്. പിന്നെ ഒരു ഇൻ്റലിജൻസ് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകേണ്ടതാണ്. ഒരു ജയിലിൻ്റെ അകത്ത് തന്നെ അവിടുത്തെ ഓഫീസർമാർ ഇൻ്റലിജൻസ് കളക്ട് ചെയ്യേണ്ടതാണ്. ഇൻ്റലിജൻസ് പല വിധത്തിൽ കളക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എനിക്ക് വളരെ ഒരു അഭിമാനം തോന്നിയ കാര്യം, ആ 3 ആൾക്കാർ അവർ ശരിക്കൊരു ഇൻ്റലിജൻസ് ഓഫീസറായിട്ട് തന്നെ അവർ പെരുമാറിയെന്നുള്ളതാണ് ഞാൻ കാണുന്നത്. കാരണം ഞങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ പണ്ട് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, നമ്മുടെ പൗരന്മാർ ഓരോരുത്തരും ഇൻ്റലിജൻസ് ഓഫീസറായിട്ട് മാറണം എന്ന് പറയാറുണ്ട്. അന്ന് പല സാഹചര്യങ്ങളുണ്ട് അത് പറഞ്ഞത്. ഞാനിപ്പോൾ ആ സാഹചര്യങ്ങളൊന്നും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇവിടെ കണ്ടപ്പോൾ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറും അതുപോലെ തന്നെ മറ്റ് പ്രസ്സിൽ പോയ ആളും എല്ലാം തന്നെ ഇവൻ ഗോവിന്ദസ്വാമി ആണോ അല്ലയോ എന്നൊരു ചോദ്യം മനസ്സിലൊതുക്കുകയും ചോദിക്കുകയും ഗോവിന്ദസ്വാമി വിളിച്ചു പറയുകയും ചെയ്യുകയാണ് അന്നേരം തന്നെ. കാരണം ഇപ്പം കണ്ണൂർ കമ്മീഷണർ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. 3.5 മണിക്കൂറോളം പിടിച്ചു എന്നും പറയുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഈ ജനങ്ങളുടെ സപ്പോർട്ട് വലുതായിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ സപ്പോർട്ടൊന്നും നമുക്ക് മായ്ച്ചുകളായിട്ട് സാധിക്കുന്നതല്ല. ജനങ്ങളും പോലീസും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. പക്ഷേ വിമർശനങ്ങൾ വരുമ്പോൾ അത് നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിന് ബന്ധപ്പെട്ട് നിങ്ങളെ ആൾക്കാർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇത്രമാത്രം ഒരു ബ്ലേഡ് പോലെ, അതായത് ഓരോ ആൾക്കാരെയും ആരോട് വർത്തമാനം പറയുന്നു എന്ന് വരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ജയിലിൽ പറയാനുള്ള കാര്യങ്ങൾ. അവർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ പണ്ടൊരു മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു, ഫേസ് ഡിറ്റക്റ്റ് അല്ലെങ്കിൽ AI ക്യാമറ പോലുള്ള ക്യാമറകൾ വെക്കണം. മതിൽ ചാടുകയാണെങ്കിൽ അന്നേരം അലാറം ഫെസിലിറ്റി ഉണ്ടാക്കണം. അതുപോലെ തന്നെ ധാരാളം ചെറിയ വളരെ പൈസയൊന്നും മുടക്കണ്ട, അത്രയൊന്നും ധാരാളം പൈസകളൊന്നും വേണ്ട. ഇതൊക്കെ അലാറം വെക്കുകയാണെങ്കിൽ ജയിലിൽ ആടുന്ന സമയത്ത് തന്നെ അലാറം മുഴങ്ങിയാൽ അവിടെ എല്ലാവരും എഴുന്നേൽക്കും, പെട്ടെന്ന് തന്നെ അറിയും. ഈവൻ നമ്മുടെ ആൾക്കാരെ മാത്രം വിശ്വസിച്ചിരിക്കാതെ, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം വിശ്വസിച്ചിരിക്കാതെ നമ്മളിനി കുറച്ചും കൂടിയും മുന്നോട്ട് പോകേണ്ടതായിട്ടിരിക്കുന്നു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളാരും ചർച്ച ചെയ്യാത്ത പല കാര്യങ്ങളുണ്ട് എടുത്ത്. കാരണം എനിക്കറിയാവുന്നത് 63 സീറ്റോളം 63 വേക്കൻസി അവിടെ ഉണ്ട്. പല ആൾക്കാരെയും ഡെയിലി വേസിലെടുക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. ഞാൻ പല ജയിലും പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിനെ പറ്റി എനിക്കറിയത്തില്ല. പല ജയിലും പോയിട്ടുണ്ട്. ജയിലിൽ പോയ സമയത്ത് അവിടെയൊക്കെ ഈ ഡെയിലി വേജസിന് ആൾക്കാർ യൂണിഫോം ഇട്ട് നിർത്തിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ വലിയ വിഷമം തോന്നി. കാരണം അത് ഗവൺമെൻറ് കുറ്റമല്ല ഞാൻ പറയുന്നത്. പക്ഷേ വലിയ വിഷമം തോന്നി. അവർ സത്യം പറഞ്ഞ് ഈ ജയിൽ പുള്ളിയുടെ പേടിച്ചാണ് നിൽക്കുന്നത് പല സ്ഥലങ്ങളിൽ. ഞങ്ങൾ റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും ചിന്തിക്കുമായിരിക്കും എങ്ങനെ ഇവരെല്ലാം കുറച്ച് സീറ്റ് അങ്ങനെ കൂട്ടാൻ പറ്റും എന്നൊക്കെ ചെയ്ത്. അത് വളരെ ഈസിയാണ്. കാരണം പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ചില പോസ്റ്റുകളും കൊണ്ട് മാറ്റുക, അല്ലെങ്കിൽ ഇവരെ തന്നെയുള്ള പോസ്റ്റുകൾ മാറ്റുക, അതൊക്കെ ചെയ്യാൻ സാധിക്കും. ഇപ്പം കേരള പോലീസ് തന്നെ നേരത്തെ ആംഡ് പോലീസ് എന്ന് പറയുമ്പോൾ ഒരു ബറ്റാലിയൻ ഉണ്ടായിരുന്നു, ജില്ല കേന്ദ്രീകരിച്ചുണ്ട്. അത് കളഞ്ഞിട്ട് അതിലുള്ള പോസ്റ്റുകളെല്ലാം തന്നെ ഈ പറഞ്ഞ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോലീസ് തന്നെ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. AI ക്യാമറ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പം വന്നിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ വീഴ്ചയാണ്. ഇത് പിടിച്ചുകൊണ്ട് മാത്രം നമുക്ക് അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ കേരളം മൊത്തം നമുക്കൊരു നാണക്കേടായി മാറുമായിരുന്നു. SK സജീഷിലേക്കാണ്. സജീഷ്, ഇപ്പോൾ പ്രതിപക്ഷത്തിനുള്ള മറുപടിക്ക് മുൻപേ ഇപ്പോൾ ഡോക്ടർ ഷേർലി വാസുവും സൗമ്യയുടെ അമ്മ സുമതിയും പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിന് ഉള്ള ഒരു മറുപടി, സർക്കാരിന് ഉത്തരവാദിത്വം എത്രത്തോളം ഉണ്ട് ഇതിൽ എന്നാണ് നിങ്ങൾ ഇതിൽ മറുപടി നൽകുക? ഒരു കാര്യം ഇവിടെ കാണേണ്ടത്, ഇത്തരത്തിൽ ഒരു പ്രതി ജയിൽ ചാടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഒന്ന് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ഗോൾഡൻ അവറിൽ തന്നെ ആ പ്രതിയെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നത് നമ്മൾ പ്രധാനമായും കാണേണ്ടതാണ്. അത് വളരെ കൃത്യമായ ഇടപെടൽ നടത്തി പ്രതി രക്ഷപ്പെട്ടു പോകാതിരിക്കാനുള്ള പഴുതടച്ച നിലപാടുകൾ പോലീസ് സേന സ്വീകരിച്ചുകൊണ്ടാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയ 3 ജയിൽ ഉദ്യോഗസ്ഥരെ അടിയന്തരമായി തന്നെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്കും വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇത്തരത്തിൽ പ്രതികൾ, ക്രിമിനലുകൾ പുറത്തു കടക്കുമ്പോൾ അല്ലെങ്കിൽ ജയിൽ ചാടുമ്പോഴെല്ലാം സ്വാഭാവികമായും ആശങ്കകൾ ഉണ്ടാകും. ഇവിടെ ഷാഫി ചാലിയത്തിൻ്റെ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ ഇത് ഒരു ആദ്യത്തെ അനുഭവമായിട്ടൊക്കെ അദ്ദേഹത്തിന് തോന്നുകയാണ്. അതുകൊണ്ട് ജയിലിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി അദ്ദേഹം വല്ലാതെ ഗവേഷണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വല്ലാതെ ഭയപ്പെട്ട ഒരു ക്രിമിനൽ ഉണ്ടായിരുന്നു, റിപ്പർ ജയാനന്ദൻ.
7 പേരെയാണ് ഈ റിപ്പർ കൊടും കുറ്റവാളി തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. അദ്ദേഹം പുറത്തുണ്ട് എന്നറിഞ്ഞാൽ പോലും വീടുകൾക്ക് പോലും ഭീഷണിയാകുന്ന സാഹചര്യം, എപ്പോഴും റിപ്പർ കടന്നു വരുമെന്ന് ആശങ്കപ്പെട്ട ഒരു കാലം നമുക്ക് ഓർമ്മയുണ്ട്. ആ റിപ്പർ ജയാനന്ദൻ ജയിലിൽ ചാടിയിട്ട് UDF ഭരിക്കുന്ന കാലത്താണ്, 2013 ജൂൺ 10 അയാൾ ജയിലിൽ ചാടുന്നത്. ആ കൊടും ക്രിമിനൽ ജയിലിൽ ചാടിയിട്ട് 3 മാസം കഴിഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതുതന്നെ പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘമല്ല അറസ്റ്റ് ചെയ്യുന്നത്. മറ്റൊരു യാത്രക്കിടയിൽ ഒരു സന്ദീപ് എന്ന് പറയുന്ന ഷിജിത്ത് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വഴിയരിയിൽ കണ്ട ഒരാളെ സംശയം തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോലീസുകാരൻ്റെ ഒരു കൃത്യമായ ജാഗ്രതയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതെന്നുൾപ്പെടെയുള്ള വാർത്ത അന്ന് വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ ഏറ്റവും കൊടും ക്രിമിനലായി സ്ത്രീകളെ ഉൾപ്പെടെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ 7 പേരെ തുടർച്ചയായി കൊല ചെയ്ത റിപ്പറിനെ അതുതന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയായിരുന്നു എന്ന് ഓർമ്മയുണ്ട്. അതീവ സുരക്ഷയിൽ വധശിക്ഷയ്ക്ക് വിധിച്ച ആളുകൾ പ്രത്യേകമായ സെല്ലുകളിലാണ് പാർപ്പിക്കുക എന്ന് നമുക്കറിയാം. അവിടെ നിന്നാണ് ജയിൽ ചാടുന്ന സാഹചര്യം UDFൻ്റെ ഭരണത്തിനുണ്ടായത്. ഇതൊന്നും ഷാഫി ചാലിയം മറക്കരുത്, ഇതിനെതിരായി പറയുന്നത് പ്രതിപക്ഷ നേതാവും മറക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് ആ കാലത്ത് തന്നെ 6 പ്രതികൾ കേരളത്തിൽ ജയിൽ ചാടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു രീതി കേൾക്കുമ്പോൾ അത് നമ്മൾ പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളതുകൊണ്ടാണ് അത് പറയുന്നത്. കേരള പോലീസ് മികച്ച ട്രാക്ക് റെക്കോർഡോടുകൂടി രാജ്യത്ത് മുന്നോട്ട് പോകുന്ന സംവിധാനമാണ്. ആ സംവിധാനം എല്ലാ മേഖലക്കകത്തും കുറ്റാന്വേഷണത്തിൻ്റെ കാര്യത്തിലായാലും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലായാലും സൈബർ സെക്യൂരിറ്റിയുടെ കാര്യത്തിലായാലും കുറ്റാന്വേഷണ മികവിൻ്റെ കാര്യത്തിലായാലും എല്ലാം ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിലെല്ലാം ദേശീയ അംഗീകാരം നേടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനെ അവമതിക്കാൻ തയ്യാറാകരുത് എന്നാണ് UDFൻ്റെ പ്രതിനിധികളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം കേരളത്തിലേത് മികച്ച പോലീസിംഗ് ആണ്. നമുക്ക് വരുന്ന പോരായ്മകളും അതിനകത്ത് ഉണ്ടാകുന്ന വീഴ്ചകളുമെല്ലാം പരിഹരിച്ചു പോകേണ്ടതാണ്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. നമ്മളൊപ്പം ഡോക്ടർ ഷേർലി വാസു അല്പനേരം കൂടിയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അവരിലേക്ക് പോയ ശേഷം രാഷ്ട്രീയ ചർച്ച വേറെ ആകാമല്ലോ. ഞാൻ കേരളത്തിലെ സ്ത്രീകൾക്കുണ്ടായ ആശങ്ക, അതിൽ എന്താണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്നായിരുന്നു എന്റെ ചോദ്യം. ഞാനൊന്ന് വരാം. ഡോക്ടർ ഷേർലി വാസു ഇപ്പോൾ കുറച്ചു നേരം കൂടിയുള്ളൂ, അതുകൊണ്ടാണ് ശരിയായ രീതിയല്ല. ഞാൻ അവരിലേക്ക് പോയ ശേഷം വരാം. ശരിയായ രീതിയല്ല എന്ന് ഏതാണ് ശരിയായ രീതിയല്ല എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഏതാണ്? കാരണം അതെനിക്ക് പറഞ്ഞു വെക്കണം. അല്ല, ഒരു കാര്യം, ഇവിടെ പല ആരോപണങ്ങളും ഉന്നയിച്ചു സൂചിപ്പിക്കുന്ന സമയത്ത് അടുത്തത് താങ്കളിലേക്കാണ് വരുന്നത്. നമുക്ക് ഡോക്ടർ ഷേർലി വാസു പോകുന്നതുകൊണ്ടാണ്. താങ്കളിൽ നിന്ന് ഒരു കാലത്തും ഒരു ചർച്ചയിലും നീതി പ്രതീക്ഷിച്ചിട്ടല്ല ഇരിക്കുന്നത്. ഒരു ചർച്ചയിലും താങ്കളിന് എപ്പോഴെങ്കിലും ഒരു നീതി പ്രതീക്ഷിച്ചിട്ടല്ല ഇരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. കാരണം താങ്കളാണ് അപ്പുറം ഇരിക്കുന്നത്. താങ്കൾ മനസ്സിലാക്കൂ, രാഷ്ട്രീയ എതിരാളിയിലേക്കല്ലല്ലോ പോകുന്നത്. ഇത്ര നേരം നിന്ന് എല്ലാം കേട്ട് രാഷ്ട്രീയ എതിരാളിക്ക് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്ത് ഞാൻ പറയട്ടെ, തീർച്ചയായും തീർച്ചയായും എനിക്കെന്താ അതൊരു സംശയം. താങ്കളുടെ പൊതുരീതി എനിക്കറിയാം. മറുപടി പറയാൻ അവസരം നൽകില്ല. അവസരമുണ്ടെന്നേ, വെറുതെ തർക്കിക്കുന്നതിന് അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. അവരെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ പറയട്ടെ, ഞാൻ തർക്കിക്കാനല്ല വന്നത്. ഞാൻ ഒറ്റ കാര്യം എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളൂ, താങ്കളോട് പറയാനില്ല. താങ്കളുടെ ചർച്ചയിൽ എന്താ പറയുക, ഒരു അണുക്കിട നീതി പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങൾ ആരും ഇരിക്കുന്നത്. ആ നീതി ഞങ്ങൾ ഒരിക്കലും താങ്കളുടെ ചർച്ചയിൽ വ്യക്തിപരമായി പ്രതീക്ഷിക്കാറില്ല. എന്നിട്ടും ഞങ്ങളുടെ ഒരു ചുമതല എന്നുള്ള നിലയ്ക്ക് ഇരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഇതൊന്നും അത്ഭുതമുള്ള കാര്യമല്ല. താങ്കൾ തുറന്നോളൂ, എനിക്കൊരു പ്രശ്നമില്ല. ശരി, കാണുന്നവർ വിലയിരുത്തിക്കോട്ടെ. ഡോക്ടർ ഷേർലി വാസു, ഈ പ്രതി ഇപ്പോൾ പുറത്തു ചാടി. ഇയാൾക്ക് വധശിക്ഷയാണ് ഹൈക്കോടതി വിധിച്ചിരുന്നത്. അതിനുശേഷം ഇയാൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. അവിടെ നിന്നും വധശിക്ഷ മാറി ജീവപര്യന്തമായി ശിക്ഷ മാറുകയാണ്. അതിൽ ഈ സൗമ്യയുടെ മരണം സംഭവിച്ചത് ഇയാളുടെ ആക്രമണത്തിലാണെന്ന് തെളിയിക്കാനായില്ല എന്നുള്ളതാണല്ലോ സുപ്രീം കോടതി പറഞ്ഞത്. ഇപ്പോൾ ഇയാൾ ഈ ഒറ്റ കൈയും വെച്ച് മതിൽ ചാടുമ്പോൾ, സമൂഹത്തിന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പുറത്തേക്ക് ചാടുമ്പോൾ, ഇനി അത് വധശിക്ഷയിലേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയല്ലേ? അതിൽ വ്യക്തിപരമായ ഡോക്ടർ ഷേർലി വാസു ഇതിൽ എന്താണ് ഒരു നിലപാടെടുക്കുന്നത്? വീണ്ടും കോടതിയെ സമീപിക്കാവുന്ന ഒരു സാഹചര്യം വരികയല്ലേ? അത്തരം നിയമവശങ്ങളെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല. അയാൾ ചെയ്ത കൃത്യം വളരെ ക്രൂരമായിട്ടുള്ളതും ഇന്ത്യൻ പീനൽ കോഡ് 302 വകുപ്പിനനുസരിച്ച് ശിക്ഷാർഹമായിട്ടുള്ളതാണെന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയായിരുന്നു കേരള പോലീസിനും നമ്മളെ സയന്റിഫിക് ഓഫീസേഴ്സിനും എല്ലാവർക്കും ഉള്ളത്.
അപ്പൊ ഇത് കോടതിയിൽ നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ല, ഇതിന്റെ അപ്പീല് സുപ്രീം കോടതിയിലുള്ള അപ്പീലിൽ വെച്ചിട്ട് ഏതോ റെയിൽവേ ഷൊർണൂർ സ്റ്റേഷൻ മാസ്റ്റർക്ക് ടോമി ദേവസ്യ അബ്ദുൾ ഷുക്കൂർ എന്ന് പറഞ്ഞ 2 പാസഞ്ചേഴ്സ് കൊടുത്ത കംപ്ലൈന്റിൽ നിന്നാണ് ഈ കേസ് തുടങ്ങുന്നത്. അവർ കൊടുത്ത കംപ്ലൈന്റില് സ്റ്റേഷൻ മാസ്റ്റർ അവരോട് ക്ലാരിഫിക്കേഷൻ ചോദിച്ചപ്പം അവർ ഈ കൃത്യം കണ്ടോ എന്ന് ചോദിച്ചപ്പോ അവർ പുറകിലത്തെ കമ്പാർട്ട്മെന്റിൽ കരച്ചിൽ കേട്ടു. അവിടേക്ക് അവർക്ക് ആ സൈഡിലേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അവിടെ റോഡ് എന്താ പറയുക, വാതിൽ അടഞ്ഞു നിന്ന ഒരാൾ, തല പുറത്തേക്ക് നിൽക്കുന്ന ഒരാൾ, അവർ മുഖം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾ, ഒരു മധ്യവയസ്കനാണെന്ന് തോന്നുന്നു. അയാൾ ഇവരോട് പറഞ്ഞു ആ പെൺകുട്ടി ചാടി രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. പക്ഷെ അത് അവർ വിശ്വസിക്കുന്നില്ല എന്നാണ് അവരുടെ കംപ്ലൈന്റിലുള്ളത്. അവർക്ക് മറ്റേ വാതിലേക്ക് ഓടിയിട്ട് നോക്കുമ്പോൾ ഈ ഒറ്റക്കൈയുള്ള ഒരാള് ഇറങ്ങുന്നത് കണ്ടു. അയാൾ ഇവരുടെ കമ്പാർട്ട്മെന്റിൽ നേരത്തെ ഉണ്ടായിരുന്നു. അയാൾ തമിഴാണ് സംസാരിച്ചത്. ഇവരോട് കൊഞ്ചം ഇടം എന്ന് ചോദിച്ചാണ് വാതിൽ വഴി വള്ളത്തോൾ നഗറിൽ അയാൾ ഇറങ്ങിപ്പോയതെന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്റെ ഓർമ്മയിലുള്ളത്. അപ്പൊ ഇവരുടെ കംപ്ലൈന്റില് അങ്ങനെ ഉണ്ട്. ഇയാൾ പെൺകുട്ടി ചാടി രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞു എന്നുള്ളത്. അത് മാറ്റാൻ പറ്റില്ല. അത് ഷൊർണൂർ സ്റ്റേഷൻ മാസ്റ്റർ ചോദിച്ച കടലാസാണ്. അത് സുപ്രീം കോടതിയിൽ എടുക്കുകയും അതില് ഇങ്ങനെ ഒരു ദൃക്സാക്ഷി ഉണ്ടല്ലോ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. എനിക്ക് നിയമവശങ്ങൾ അറിയില്ല, പക്ഷെ ഇതൊക്കെ ഫോറൻസിക് അതിന്റെ കുറച്ച് നിയമങ്ങളൊക്കെ പഠിപ്പിക്കുന്ന അനുസരിച്ച് ആ വ്യക്തിയെ ഒരു സാക്ഷിയായിട്ട് പോലീസ് കണ്ടെത്തി പ്രോസിക്യൂഷൻ സാക്ഷിയാക്കിയ ആളെയാണ് നമ്മൾ സാക്ഷി എന്ന് പറയുന്നത്. കോമൺ പാർലൻസിൽ നമ്മൾ എല്ലാവരും ദൃക്സാക്ഷി, കണ്ടയാൾ എന്നുള്ള അർത്ഥത്തിൽ പറയുമെങ്കിലും കോടതി നിയമഭാഷയില് പ്രോസിക്യൂഷൻ സാക്ഷിയായിട്ട് അയാളെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊന്നും നടന്നിട്ടില്ല. അങ്ങനെ ഒരു സാക്ഷി ഉണ്ടെന്നും അയാൾ പെൺകുട്ടി രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞു എന്നുള്ളതുമാണ് സുപ്രീം കോടതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കേസിന് പോലീസ് തന്നെയാണ്, ഈ പോലീസിന്റെ രേഖകളിൽ തന്നെയാണ് ഇതുള്ളത്. പോലീസിന്റെ രേഖകൾ തന്നെ, ആ രേഖ ഉണ്ടാക്കിയത് ഷൊർണൂർ സ്റ്റേഷൻ മാസ്റ്ററാണ്. അദ്ദേഹത്തിന് കിട്ടിയ വിവരമാണ്. അത് ഹിയർസേ ആണ്. അതിന് നിയമപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇല്ല. പക്ഷെ സുപ്രീം കോടതി അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് സുപ്രീം കോടതിയിൽ ഈ കേസ് ഫോളോ അപ്പ് ചെയ്തവർക്ക് തന്നെ അത് പറയാൻ പറ്റുള്ളൂ. നമ്മളും സാധാരണ നാട്ടുകാരെ പോലെ തന്നെ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ഷേർലി വാസു, ഇനിയിപ്പോ 7 വർഷം കൂടി അയാൾക്ക് തടവുള്ളൂ. 7 വർഷം കഴിഞ്ഞാൽ ഈ കൊടും ക്രിമിനൽ പുറത്തേക്കിറങ്ങും എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമല്ലേ? ഇനി അങ്ങനെ 7 വർഷം 14 വർഷം കഴിഞ്ഞില്ലേ? 14 വർഷം കഴിഞ്ഞ വേറെ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ഈയിടെ പുറത്തിറങ്ങിയല്ലോ. അപ്പം സ്വാമി വിചാരിക്കുന്നുണ്ടാവും എന്റെ പീരീഡ് കഴിഞ്ഞു, എന്നെ ആരും പുറത്തിറക്കണില്ല എന്ന് വെച്ചിട്ടാണോ ഇയാൾ ചാടിയതെന്ന് എനിക്ക് തോന്നുന്നു. 14 വർഷമാണ് ജീവപര്യന്തം ഇവര് കിടക്കാറുള്ളത്. ഗോവിന്ദസ്വാമിയുടെ ശിക്ഷാവിധിനെ പറ്റിയിട്ട് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നതിനെ പറ്റിയിട്ട് എനിക്ക് ഇതുവരെ ക്ലാരിറ്റി ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ജീവപര്യന്തം, അതായത് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി ഉള്ളിടത്തോളം കാലം അയാൾ പുറത്തു വരില്ല എന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും കേരള മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനെ വിശ്വസിച്ചിട്ടാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. തീർച്ചയായും വലിയ ജീവിതാന്ത്യം വരെയുള്ള ഒരു ജീവപര്യന്തം. അതെ, ഏറ്റവും ഭയപ്പാടുണ്ടാകുന്ന കുറച്ചു മണിക്കൂറുകളിലൂടെയാണ് കടന്നുപോയത്. താങ്കളുടെ കുടുംബാംഗങ്ങളടക്കം സൂക്ഷിക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഈ പ്രതി ഒരു സാധാരണ ക്രിമിനലല്ല, കൊടും ക്രിമിനലാണ്. ഇയാൾ സ്ത്രീകളെ കണ്ട മാത്രയിൽ ആക്രമിക്കാൻ സാധ്യതയുള്ള ആളാണ്. ഇതൊക്കെ തന്നെയല്ലേ ഡോക്ടർ ഒരു മനസ്സിലാക്കൽ, അല്ലേ? അതെ, സത്യം. അതെ, അങ്ങനെ തന്നെയാണ്. അയാള് സാധ്യതയുണ്ട്. അയാൾക്ക് ഒരാളെ ട്രാക്ക് ചെയ്ത് പുറകിൽ പോയിട്ട് അങ്ങനെ അയാൾ പ്ലാൻ ചെയ്ത രീതിയിൽ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. മറ്റൊരാളെ പോലെ അല്ലല്ലോ, ഞാൻ അവരുടെ ശരീരം തൊട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളല്ലേ. വളരെ നന്ദി ഡോക്ടർ ഷേർലി വാസു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഞാൻ കെ ജി സൈമണിലേക്ക് പോകുന്നു. കെ ജി സൈമൺ, ഇയാൾക്ക് ഒരാളുടെയും സഹായമില്ലാതെ ഇയാൾ പുറത്തു ചാടി എന്ന് വിശ്വസിക്കാൻ എനിക്ക് മനസ്സിലായില്ല. അല്പം ബുദ്ധിമുട്ടില്ലേ? എനിക്ക് മനസ്സിലായില്ല. രാഷ്ട്രീയ ചർച്ചയിലേക്ക് വരാം സജീഷ്, രാഷ്ട്രീയ ചർച്ചയിലേക്ക് വരാന്നേ. ഒറ്റ മിനിറ്റ്. അല്ല, താങ്കൾ വന്നോ? എനിക്ക് നിർബന്ധമില്ല. ശരി, എന്ന് സജീഷ് പറയൂ. ഈ സർക്കാരിൽ വിശ്വാസമുണ്ട്, അയാൾ ഇനി പുറത്തിറങ്ങില്ല എന്നുള്ളതാണ് പ്രതീക്ഷ എന്നിപ്പോൾ ഡോക്ടർ ഷേർലി വാസു പറയുന്നു. അതിലെന്ത് ഉറപ്പ് നൽകാൻ കഴിയും? തീർച്ചയായും ഒരു കാര്യം, ഒന്ന്, സ്മൃതി ഇങ്ങനെ തർക്കിക്കേണ്ടി വരുന്നതിൽ അതിയായ ദുഃഖമുണ്ട്. കാരണം ഞങ്ങൾ പലപ്പോഴും ചർച്ചയിൽ പങ്കെടുക്കാറുണ്ട്.
ഇത്ര നീതികേട് കാണിക്കുന്ന ഒരു അവതാരകയാകണമെന്ന് സ്വയം തീരുമാനിക്കരുത്. അത്രേ എനിക്ക് പറയാം. നമുക്കൊക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ട്. തകർത്ത് കളയുക എന്നുള്ളതല്ല. താങ്കളിപ്പോ ഞാൻ സംസാരിക്കുന്ന അല്ലല്ല, താങ്കൾ എന്തായിരുന്നു പറഞ്ഞതെന്ന് താങ്കൾ ആലോചിക്കൂ. ഡോക്ടർ ഷേർലി വാസുവിന് പോകാൻ തിരക്കുണ്ട്, അതുകൊണ്ട് താങ്കൾ ഇപ്പോൾ നിർത്തിയിട്ട് എന്ത് ചെയ്യണം, താങ്കൾക്ക് തന്നെ അടുത്ത അവസരം തരാം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കാര്യങ്ങൾ അവസാനിപ്പിച്ച് മര്യാദയുടെ പേരിൽ ഞാൻ നിർത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ ഇരിക്കുന്ന ആളെ തന്നെ താങ്കൾക്ക് വീണ്ടും വിളിക്കാൻ തോന്നുന്നു. അതൊരു മാനസികാവസ്ഥയാണ്. താങ്കൾ പറയുന്നത് താങ്കൾ തന്നെ മറക്കുന്ന ഓക്കെ. അപ്പോൾ ഒരു കാര്യം, എനിക്കിവിടെ പൊളിറ്റിക്കലായി ഉന്നയിച്ച കുറേ വിഷയങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ സ്റ്റാഫ് സ്ട്രെങ്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. UDF വേണ്ടി സംസാരിക്കുന്ന ആളുകൾ അത് പറയുകയാണ്. അത് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത്, ജയിലിൽ UDF ഭരണകാലത്ത് 2016 വരെ പരിശോധിച്ചാൽ ജയിലിലെ സ്റ്റാഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1647 ആയിരുന്നു. ആ 1647 ഇപ്പോൾ 2168 ഉയർത്തിയിട്ടുണ്ട്. തനി ഉയർന്നതല്ല. ഈ LDF ഭരണകാലത്ത് 521 എക്സിക്യൂട്ടീവ് വിഭാഗമാണ് പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട്, UDF കാലത്ത് തസ്തികകൾ വെട്ടിച്ചുറക്കുകയായിരുന്നു ചെയ്തതെങ്കിൽ പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ ജയിലിൽ ഉൾപ്പെടെ 521 പേരെ പുതിയ തസ്തിക സൃഷ്ടിച്ച് നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായി. നേരത്തെ ഇവിടെ അദ്ദേഹം സംസാരിക്കുമ്പോൾ പറഞ്ഞു, സ്റ്റാഫ് സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ സ്റ്റാഫ് സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ വർദ്ധിപ്പിക്കണം, അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. കണ്ണൂർ സെൻട്രൽ ജയിൽ മാത്രം 49 പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് കാലത്ത് തയ്യാറായി എന്നതുകൂടി കാണേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ UDF പ്രതിനിധി പലതും ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ കാണേണ്ടത് ഈ സിസ്റ്റത്തെ ആകെ മോശമാക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നതിൻ്റെ തുടർച്ചയായിരുന്നു. ഒന്ന്, ഒരു റിപ്പർ കൊലപാതകി ഉൾപ്പെടെ ജയിൽ ചാടുന്ന സാഹചര്യം. ഇന്ത്യയിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ജയിൽ ചാടൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള പലരെയും പിടിക്കപ്പെടാത്ത സാഹചര്യം പോലെയുണ്ട്. കോൺഗ്രസിൻ്റെ പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയെ ബിയാൻ സിംഗിനെ കൊലപ്പെടുത്തിയ കേസ്, ആ കേസിൽ 108 മീറ്ററുള്ള തുരങ്കം സൃഷ്ടിച്ചുകൊണ്ടാണ് അവിടെ പ്രതികൾ രക്ഷപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫൂലൻ ദേവിയെ കൊന്ന കേസിലുള്ള ആ പ്രതി രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? പോലീസ് വേഷം ധരിച്ച്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലാണല്ലോ തീഹാർ ജയിൽ. ആ തീഹാർ ജയിൽ പോലീസ് വേഷം ധരിച്ച ആളുകൾ വന്ന് കോടതിയിൽ ഹാജരാക്കാനാണ് എന്ന് പറഞ്ഞു കൊണ്ടുപോവുകയായിരുന്നു. ഇത്തരം അനുഭവങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പുറത്ത് നമ്മൾ നോക്കൂ, ധർമ്മശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതാണ്ട് 480ഓളം പിഞ്ചു പെൺകുട്ടികളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞ് അവിടെ കുഴിച്ചിട്ടിട്ട് അത് സാക്ഷിയായി എനിക്ക് അനുഭവമുണ്ട് എന്ന് പറഞ്ഞ് വെളിപ്പെടുത്താൻ വന്നയാൾ, അയാൾക്ക് വേണ്ട പോലീസ് സംരക്ഷണം കൊടുക്കുന്നില്ല അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ് എന്ന് മാത്രമല്ല, ദൃക്സാക്ഷി അവിടെ സ്ഥലം കാണിക്കാനും അവിടെ തെളിവെടുപ്പിനും വന്ന സമയത്ത് ഒരു പോലീസുകാർ പോലും പോയില്ല. ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന വാർത്തയും നമ്മുടെ മുന്നിൽ വന്നു. UDF കാലത്തെ വീഴ്ചകൾ നിങ്ങൾക്ക് താരതമ്യത്തിലേക്ക് പോകാൻ, അതിൽ റിസർച്ച് നടത്താൻ സമയമുണ്ട്. ഇപ്പോൾ ഈ ജയിലിൽ, സെൻട്രൽ ജയിലിൽ എങ്ങനെയാണ് ഈ കൊടും ക്രിമിനൽ പുറത്ത് ചാടിയത് എന്ന പരിശോധനയിലേക്ക് പോകുമ്പോൾ 4 ഉദ്യോഗസ്ഥരെ വീഴ്ചയായി താങ്കൾ അത് വിലയിരുത്തുന്നു. അവരുടെ സസ്പെൻഷൻ അവിടെ നടന്നിരിക്കുന്നു. അത്രമാത്രമാണോ ആ വീഴ്ച? ഇയാൾക്ക് എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ ഈ രൂപത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചത്? അവിടെ ജയിലിൽ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചിരുന്നോ? അതിന്മേൽ കൃത്യമായി പരിശോധന ഉണ്ടായിട്ടുണ്ടോ? ഓഡിറ്റിംഗ് നടന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ വകുപ്പിന്റെ വീഴ്ചയാണ്, ജയിൽ വകുപ്പിന്റെ വീഴ്ചയാണ്, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ജയിൽ വകുപ്പിന്റെ വീഴ്ചയാണ്. ആ വീഴ്ച എന്ന് പറയുമ്പോൾ UDF കാലത്തെ കണക്കുകൾ നിരത്തുന്നത്, ഇതിപ്പോൾ ഓരോ വീഴ്ചകളിലും ഇതാണ് സംഭവിക്കുന്നത്. നേരത്തെ മെഡിക്കൽ കോളേജിലെ കെട്ടിടം വീണപ്പോഴും UDF കാലത്തെ കണക്കുകൾ പെട്ടെന്ന് മന്ത്രിക്ക് നിരത്താനായി, വളരെ പെട്ടെന്ന് റിസർച്ച് നടത്താനായി. നമ്മുടെ കാലത്ത് എന്ത് സംഭവിക്കുന്നു? 9 വർഷമായില്ലേ നിങ്ങൾ ഭരിക്കുന്നു? നിങ്ങളാണല്ലോ കഴിഞ്ഞ 5 വർഷവും ഭരിച്ചത്. അടുത്ത ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണല്ലോ. അപ്പോൾ ഈ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവുകൾ എന്ത് എന്ന പരിശോധന, അതിലൊരു ചോദ്യം ഉണ്ടാകുമ്പോഴേക്കും അസഹിഷ്ണുത കാണിക്കുക, എന്നിട്ട് UDF കാലത്തെ കണക്കുകൾ പറയുക. നിങ്ങൾക്ക് ശരിയായിരിക്കാം, ജയാനന്ദൻ ചാടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗോവിന്ദചാമിയാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഗോവിന്ദചാമി ഒരു ഭീകരനാണ്, പേടിക്കേണ്ടയാളാണ് എന്ന കാര്യത്തിൽ താങ്കൾക്കൊന്നും തർക്കമുണ്ടാവില്ലല്ലോ. ഇവിടെ സ്ത്രീകൾ ഭയന്നിരുന്നു. ഇവിടെ ഫോറൻസിക് സർജനായ ഷേർലി വാസു പറയുന്നു, ബന്ധുക്കൾ പറയുകയായിരുന്നു ശ്രദ്ധിക്കണമെന്ന് പറയുകയാണെന്ന്. ഇയാൾ എങ്ങനെയാണ്
കോടതി മുറിയിൽ പെരുമാറിയത് എന്നത് ഭയത്തോടു കൂടിയാണ് അവർ ഓർമ്മിക്കുന്നത്. എത്രത്തോളം കേസുകളിലൂടെ കടന്നുപോയ റിട്ടയർഡ് വ്യക്തിയാണ് ഡോക്ടർ ഷേർലി വാസു. എന്തുകൊണ്ട് ഗോവിന്ദച്ചാമി എന്ന ഈ കൊടും ക്രിമിനലിനെ ഭയക്കുന്നു? അപ്പോൾ അയാൾ സമാനതകളില്ലാത്ത ക്രൂരതകൾ ചെയ്ത വ്യക്തിയാണ്. അയാളെ അത്രത്തോളം ഭയക്കേണ്ടതുണ്ട്. ഇയാൾ പുറത്തിറങ്ങുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോഴാണ് ഇയാൾ ജയിൽ ചാടിയിരിക്കുന്നത്. സജീഷ്, അതിലൊരു വ്യക്തമായ മറുപടി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഇങ്ങനെ കാടടച്ച് വെടിവെക്കാതിരിക്കൂ. അല്ല സ്മൃതി, കാടടച്ച് വെടിവെക്കുകയല്ല. നമ്മുടെ ചർച്ചയ്ക്കൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ചിലപ്പോൾ നമ്മൾ പൊതുവായി ചർച്ച ചെയ്ത് തിരുത്തേണ്ടതായിരിക്കും. ഇവിടെ പല പ്രതിനിധികൾ വന്നിരിക്കുമ്പോൾ അവരെല്ലാം രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. ആ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ എതിരാളികൾ വന്ന് വീഴ്ചകളെക്കുറിച്ച് പറയുമ്പോൾ അവർക്കത് പറയാൻ അവകാശമില്ല എന്ന് തുറന്നു കാണിക്കേണ്ടി വരും. അവർക്കത് പറയാനൊരു അവകാശവുമില്ല. ആ അവകാശം ഇല്ലാതാകുന്നത് എങ്ങനെയാണ്? ഞാനതാ പറഞ്ഞത്. ഈ സുരക്ഷയുടെ കാര്യം പറയുമ്പോൾ കേരളത്തിലെ ജയിലുകൾ, ആ ജയിലുകൾ വല്ലാതെ എണ്ണം വർദ്ധിച്ചിട്ടില്ലല്ലോ ഈ കാലഘട്ടത്തിൽ. ഒരു ജയിൽ മാത്രമാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ളതിനേക്കാൾ ഇരട്ടിയിലധികം, ഏതാണ്ട് ഇരട്ടിയോളം പുതിയ ജീവനക്കാരെ തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് കാലത്ത് നിയമിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒരു പോസിറ്റീവായ കാര്യമാണ്. താങ്കൾ ഈ പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിലടക്കം തസ്തികകൾ കൂട്ടി 49 അല്ലേ പുതിയ തസ്തിക താങ്കൾ തന്നെ പറയുന്നു. അപ്പോൾ ഇത്രയും അധികം ജീവനക്കാരടക്കം ഉണ്ടായിട്ടും എന്താണ് അവിടെ പിഴവ് പറ്റുന്നത്? രാത്രിയിൽ റോന്തു ചുറ്റേണ്ടതുണ്ട്, അവിടെ പരിശോധന നടത്തേണ്ടതുണ്ട്, വെളിച്ചമില്ല 10ാം ബ്ലോക്കിൽ എന്ന് പറയുന്നു, CCTV പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നു, ഈ വൈദ്യുതി വേലി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങൾ മാസങ്ങളായി നടക്കുന്ന കാര്യങ്ങളാണ്. സ്മൃതി, ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. താങ്കളുടെ ചോദ്യം ഒരുപാട് വലുതാകുമ്പോൾ അത്രയ്ക്ക് വലിയ ഉത്തരം പറയാനുള്ള സാഹചര്യം പോലും ഈ ചർച്ചയിലില്ല എന്നറിയാം. ഒരു കാര്യം താങ്കൾ വൈകാരികമായി പറയേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് എന്താണ്, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച താങ്കൾ അങ്ങ് വ്യാഖ്യാനിക്കുകയാണ്. 4 ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ 3 ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ മാത്രം നടപടിയെടുത്തുകൊണ്ട് അവസാനിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞുവെന്ന്. അങ്ങനെയല്ലല്ലോ. ഒരു വിഷയമുണ്ടാകുമ്പോൾ അത് അന്വേഷണം നടക്കണം. ആരുടെ ഭാഗത്താണ് വീഴ്ച വന്നതെന്നുള്ളത് പരിശോധിക്കണം. ആ വീഴ്ചയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കണം. നമ്മൾ ഈ രാജ്യത്ത് ഒരുപാട് വീഴ്ചകൾ കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സർക്കാരിന് ഇതിലുള്ള ഉത്തരവാദിത്തം എന്താണ്? ഈ വീഴ്ചയിലൂടെ സർക്കാരിന്റെ ഉത്തരവാദിത്തം. സ്മൃതി, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഇന്ന് ഏറ്റവും വലിയ പ്രയാസം സ്മൃതിക്ക് ഗോവിന്ദച്ചാമി പിടിക്കപ്പെട്ടതായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ചർച്ചയൊക്കെ എന്തായിരിക്കുമായിരുന്നു? ആവേശോജ്വലമാകുമായിരുന്നു. അത്തരം ഒരു മാനസികാവസ്ഥയിൽ നിൽക്കരുത്, അത്രേ പറയാനുള്ളൂ. ഇവിടെ ഒരു കാര്യം, ഒരു ക്രിമിനൽ ഏതാണ്ട് ഗോൾഡൻ അവറിൽ തന്നെ 3-4 മണിക്കൂറിനുള്ളിൽ പിടിക്കപ്പെട്ടു. അങ്ങനെ പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറി. അതിനനുസരിച്ചുള്ള സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നു. ഈ വിഷയത്തിൽ മാത്രമല്ല, നിങ്ങൾ ആകെ ഈ സിസ്റ്റത്തിനെ ആകെ കുറ്റം പറയുമ്പോൾ രാജ്യത്തെ ഏറ്റവും നല്ല ക്രമസമാധാനമുള്ള ശരി പറയല്ലേ, ശരി പറഞ്ഞ് അവസാനിപ്പിക്കല്ലേ. താങ്കൾ പറയുന്നതിൻ്റെ ഇടയിൽ കയറി ചോദ്യം ചോദിക്കുകയും ശരി പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതി ശരിയല്ല. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യം, രാജ്യത്ത് ഏറ്റവും മികച്ച ക്രമസമാധാനത്തിലുള്ള അവാർഡ് കേന്ദ്ര സർക്കാർ തന്നെ നൽകുന്നത് കേരളത്തിലെ ഈ ഗവൺമെൻറ്റാണ്. മറ്റു കുറ്റാന്വേഷണത്തിൻ്റെ കാര്യത്തിൽ മികവുണ്ട്. അതിൻ്റെ ഇടയിൽ ഉദ്യോഗ തലത്തിലുണ്ടാകുന്ന വീഴ്ചകൾ, ആ ഓരോ വീഴ്ചകളും പരിശോധിച്ച് നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു സിസ്റ്റത്തെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റൂ. ആ സിസ്റ്റം ക്ലിയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് മുൻകാലത്തിൽ നിന്നും വ്യത്യസ്തമായി എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായി ഇപ്പോൾ വിശദീകരിക്കേണ്ട സമയം തന്നെയാണ് ഇത് തന്നെയാണ് താങ്കൾ കരുതുന്നത്. വന്നിരിക്കുന്ന വലിയ വീഴ്ചയിലുള്ള മറുപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ലല്ല, അപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്താണ്? ഇതിനെ ആകെ അവമതിക്കാനും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ ന്യായീകരിക്കുന്ന ഒരു കൂട്ടർ വന്നു നിൽക്കുമ്പോൾ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവും നിർഭാഗ്യവശാൽ ഇവിടെ ഷാഫി പറമ്പിലും എല്ലാം ഈ ഷാഫി ചാലിയും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടതും അതിൽ നിന്ന് ഉണ്ടായ മാറ്റവും ഈ സിസ്റ്റം കൂടുതൽ മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തിരുത്തപ്പെടാനുള്ള കാര്യങ്ങൾ തിരുത്തപ്പെടും. അതിൽ പ്രതിജ്ഞാബദ്ധമാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ പലരുടെയും ലക്ഷ്യം എന്താണ്? അതിന്റെ പേരിൽ ആരുടെയെങ്കിലും ചോര കുടിക്കാം എന്ന സ്ഥിരം ലക്ഷ്യവുമായി വന്നാൽ താങ്കളുടെ ഭാഗം നന്നായി വിശദീകരിച്ചു എന്ന് കരുതുകയാണ്. താങ്കൾക്ക് ആവശ്യത്തിൽ നല്ല സമയം ഞാൻ തരികയും ചെയ്തിരിക്കും. ഞാനൊന്ന് ദൃക്സാക്ഷിയിലേക്ക് പോകുന്നു. ഉണ്ണികൃഷ്ണൻ ദൃക്സാക്ഷി ഗോവിന്ദച്ചാമിയെ കിണറ്റിൽ നിന്നും കണ്ടെത്തിയ ആളാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എങ്ങനെയാണ് ഇയാൾ കിണറ്റിൽ ചാടിയെന്ന് മനസ്സിലാക്കാനായത്? അതായത് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ ആ മെസ്സേജ് കിട്ടിയപ്പോൾ ഞങ്ങളുടെ ഓഫീസിൻ്റെ 4 ഭാഗത്തുനിന്നും എല്ലാവരും പരിശോധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും
അതുപോലെ ഞാൻ എൻ്റെ ഓഫീസിലെ മറ്റ് സ്റ്റാഫുകളും, പ്രത്യേകിച്ച് അവിടെ ഒരു രമ്യ മാഡം എന്ന് പറഞ്ഞൊരു മാഡം ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം കൂടി എല്ലാ സ്ഥലവും സെർച്ച് ചെയ്തു. അതായത് ഈ അയാൾ ചാടിയ കിണറിൻ്റെ ആ ഭാഗവും മറ്റെല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തി ഒന്നുമില്ല, ആരുമില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയ ശേഷം ഞങ്ങൾ പുറത്തേക്ക് വന്നു. അപ്പോഴാണ് ഒരു മെസ്സേജ് കിട്ടുന്നത്, ഗോവിന്ദചാമിയെ പിടിച്ചു കിട്ടിയെന്ന്. അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള എല്ലാ ആൾക്കാരും നേരെ ഓടി മറ്റൊരു സ്ഥലത്തേക്ക് പാഞ്ഞുപോയി. അതായത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ആവേശത്തിൽ എല്ലാവരും ചാടിപ്പോയി. പക്ഷെ അവിടെ എത്തിയപ്പോൾ അറിയുന്നത് ഗോവിന്ദചാമി അവിടെ ഇല്ല എന്നത്. കെട്ടിടത്തിൽ ഒളിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ഈ കാര്യം പറയുന്നത്. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ അവിടെ വേറെ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോഴും ഞങ്ങൾക്കൊരു സംശയം വന്നു, ഒന്നുകൂടി തുറന്നു നോക്കാം, ഒരുപക്ഷെ അയാൾ ചാടി വന്നിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ ഒരു ഡോറുണ്ട്, ആ ഡോറൊന്ന് തുറക്കാനൊരു ലോക്കുണ്ട്. ആ ലോക്ക് കീ എൻ്റെ കയ്യിലുണ്ട്. അത് തുറന്ന് വീണ്ടും ഞങ്ങൾ അതിനുള്ളിലേക്ക് പോയി. അവിടെ പോയപ്പോൾ ആ കിണറിൽ അപ്പോൾ ഞങ്ങളുടെ ഈ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഈ ഗോവിന്ദചാമി ഈ വെള്ളത്തിലാണ് ഉണ്ടായിരുന്നതേ, വെള്ളത്തിലേക്ക് ഒന്ന് മുങ്ങി. ആ വെള്ളത്തിൽ മുങ്ങിയിട്ട് ഞങ്ങൾ തുറന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് ചെറിയ ടൈം പിടിക്കുമല്ലോ, ഒരു 30 സെക്കൻഡ് മേലെ വരുമല്ലോ. അപ്പോൾ അത്രയും നേരം വെള്ളത്തിൽ മുങ്ങി നിൽക്കാനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ ആൾ പെട്ടെന്ന് എന്ത് ചെയ്തു, വെള്ളത്തിൽ നിന്ന് മേലോട്ട് പൊങ്ങി വന്നു. അപ്പോൾ അതേ സ്പോട്ടിൽ ഞങ്ങൾ അവിടെ കിണറിൻ്റെ അടുത്ത് എത്തുകയാണ് ഞാൻ. അപ്പോൾ എത്തിയപ്പോൾ പിന്നെ ഇയാളെ ഞാൻ നേരിട്ട് കാണുകയും ചെയ്തപ്പോൾ ഞാൻ ഒച്ചയിടാൻ നോക്കിയപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, ഒച്ചയിടരുത്, കുത്തിക്കൊല്ലും എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു നീ പോടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പം തന്നെ അല്ലല്ല, പോലീസെല്ലാം പുറത്താണുള്ളത്. അല്ല, ആരുമില്ല. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ വേറെ എല്ലാവരും പുറത്തുള്ള ആൾ. അയാൾ എൻ്റെ കൂടെ വന്നിരുന്നു. പിന്നെ ഒരു പോലീസും ഒന്നുമില്ല, പോലീസൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പം ഞാനും വേറൊരു ആളുണ്ടായിരുന്നു. പക്ഷേ അയാൾ പുറത്തേക്ക് പോയി. എൻ്റെ കൂടെ ഒന്നും ഒരാൾ വന്നിരുന്നു. അയാൾ പിന്നെ എപ്പോഴാണ് പോയെന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ ആരും ഉണ്ടായില്ല. അവിടെ ഞാൻ ഒച്ചത്തിൽ ബഹളം വെച്ചു, ഇവിടെ വണ്ടി ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ പുറത്ത് എൻ്റെ മാഡം ഓഫീസ് സ്റ്റാഫ് ഇവിടെ പുറത്തുണ്ടായിരുന്നു, മാഡം ഉണ്ടായിരുന്നു. അവരവിടെ നിന്ന് ഒച്ചയിട്ട് ഇവിടെ ആളുണ്ട് കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഓടി വന്നു. ആ സമയത്ത് പോലീസും എല്ലാവരും വന്ന് അയാളെ പിടിച്ച് പുറത്തെടുത്തു കൊണ്ടുപോയി. ഇതാണ് അവിടെ നടന്ന സംഭവം. ഭീഷണിപ്പെടുത്തിയത് പോലീസിനോട് പറഞ്ഞല്ലോ അല്ലേ? അതെ. അപ്പം അല്ല, ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു, അവിടെ എല്ലാ ചാനലുകാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഭീഷണിപ്പെടുത്തി മിണ്ടിപ്പോയി കഴിഞ്ഞാൽ എന്നെ കുത്തിക്കൊല്ലും എന്നോട് പറഞ്ഞു. അയാളെ പുറത്തേക്കെടുത്ത ശേഷമുള്ള ഗോവിന്ദചാമിയുടെ രീതികൾ എങ്ങനെയായിരുന്നു ഓർക്കുന്നുണ്ടോ? പുറത്തേക്ക് എടുത്തതിന് ശേഷം എനിക്കങ്ങനെ കാണാൻ പറ്റില്ല. കാരണം ഞാൻ അവിടെയായിരുന്നു, ആ ആൾക്കൂട്ടും എല്ലാം ആയതുകൊണ്ട് എനിക്ക് അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ വീഡിയോയിലൊക്കെ കണ്ടതേ ഉള്ളൂ. KG സൈമൺ, ഒന്ന് ചുരുക്കി പറയണം, ഇയാളിനി പുറത്തിറങ്ങാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നു? ഇതിപ്പോൾ ഒരു പുതിയ കേസിലേക്ക് കൂടി പോവുകയല്ലേ, ജയിൽ ചാട്ടം എന്നുള്ളത്. വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയാണ്, ഇനി വധശിക്ഷ നൽകണമെന്ന് ആവശ്യം ഉന്നയിക്കാൻ ഒരു സാധ്യത തെളിയുന്നില്ലേ? ഇല്ല, അങ്ങനെ സാധ്യതയില്ല. ഇനി വധശിക്ഷ കൊടുക്കണം നമുക്ക് ഇതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സുപ്രീം കോടതി വിധിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി അതിലൊരു അപ്പീൽ പോകുകയോ അല്ലെങ്കിൽ ഒരു റിവിഷൻ പെറ്റീഷൻ കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനിപ്പം ഈ ഒരു സംഭവത്തിൽ കേസെടുക്കുക, അതുകൂടാതെ തന്നെ കഴിവതും ഇദ്ദേഹത്തിൻ്റെ മറ്റ് കേസുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് അറിയത്തില്ല. അങ്ങനെ തുറന്ന് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പ്രത്യേകം നോക്കേണ്ടതായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് നോക്കും, ഇതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി സജഷൻസ് നോക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇല്ല, അത് കൊടുക്കാൻ നിർബന്ധമില്ല. മോചനം ഉണ്ടെങ്കിൽ തന്നെയും ഇതുപോലെ ജയിൽ ചാടിയിട്ടുണ്ട്, ട്രയൽ നടക്കണം. ഇനി ആ ട്രയൽ കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ ശിക്ഷാവധി വരണം. ഏതായാലും ജയിലിൽ ചാടിയതിൻ്റെ കേസുണ്ടല്ലോ, ആ കേസ് ചാർജ് ചെയ്യണം, അതിൽ ട്രയൽ വരണം. ആ ട്രയൽ ഒരു ശിക്ഷാവധിയുണ്ട്, അതെല്ലാം വരുന്നുണ്ടല്ലോ. ഷാഫി ചാലിയം, ചുരുക്കി ഇതിപ്പോൾ UDF കാലത്തെ ജയിൽ ചാട്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് സജീഷ് ഇതിൽ മറുപടിയായി താങ്കൾക്ക് നൽകിയത്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? അതായത് ടിപ്പർ, എന്താണ് ആളെ പേര്? റിപ്പർ ജയാനന്ദൻ. ടിപ്പർ അല്ലേ, അയാൾ ജയിലിൽ ചാടിയില്ലേ? അറിയില്ലേ? ഗോവിന്ദചാമിക്കും എന്തുകൊണ്ട് ചാടിക്കൂടാ എന്നാണ്. 7 പേരെ കൊന്ന സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഒരു പ്രതി അറിയില്ലേ? അതെ. ശരി,
അതെ, ടിപ്പർ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ, അതിനപ്പുറത്തുള്ള പേര് ഓർത്തെടുക്കണമായിരുന്നു. അപ്പൊ ടിപ്പർ ഞാനിത് ഇവിടെ ചാടിയില്ലേ, ഇതൊക്കെ വലിയ സംഭവമാണോ? അതുപോലെ ചാടിയതുപോലെ നിങ്ങള് ഈ അസഹിഷ്ണുത ഇങ്ങനെ സ്മൃതി അസഹിഷ്ണുതയല്ല. നിങ്ങൾക്കിപ്പോ ഷേർലി സംസാരിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള അവരെ പറയാൻ പാടില്ല, ഞാനും പറയാൻ പാടില്ല അല്ലേ? ആയിക്കോട്ടെ. അതെ ഞാൻ വേറെ പിണറായി ഉപയോഗിച്ച വാക്കൊന്നും പരനാറിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. പറയാൻ അനുവദിക്കുക മനുഷ്യ. കാരണം ഇത് കാണുന്ന അല്ല ഒരു മിനിറ്റ്, ഞാൻ ആകെ ഒരു 3 മിനിറ്റ് ഇവിടെ ഇരിക്കണേ. അപ്പോ അല്ല ആയിക്കോട്ടെ. അതായത് ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് മറുപടി പറയണം. ഈ ജയിൽ പുള്ളിക്ക് ഒരു ജയിൽ യൂണിഫോം ഉണ്ട്. അയാളുടെ യൂണിഫോം അവിടെ ജയിൽ ഓഫീസിൻ്റെ അടുത്തുണ്ടാകുക. ജയിൽ വിട്ട് പോകുമ്പോഴാണ് ഈ യൂണിഫോം കൊണ്ട് കൊടുക്കും, പഴയ പാൻറ്റും കുപ്പായം കിട്ടും. ഈ പാൻറ്റും കുപ്പായം ആരും കൊടുത്തു ഇയാൾക്ക്? ഇയാളെ യൂണിഫോം എവിടെ? ഈ വക കാര്യങ്ങളൊക്കെ കുറെ ഇവിടെ ചോദിച്ചല്ലോ. അല്ല ജയകൃഷ്ണൻ, അതെ അത് പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. ഇവിടെ ഈ പിന്നെ നമ്മുടെ എന്താ ഇപ്പം ഇങ്ങനെ ചെയ്താൽ എന്നെനിക്ക് സമയം വേണ്ട. പൂർത്തിയാക്കൂ ഷാഫി. വേറെ ആരും എടുത്തോ? ഷാഫി പൂർത്തിയാക്കൂ പ്ലീസ്. വേണ്ട ശ്രുതി, എന്തിനാണ് ഒരു മണിക്കൂർ എന്നെ വെറുതെ എന്തിനാ ഇരുത്തിയിട്ട്? ഒരു ആവശ്യമില്ലല്ലോ. ഇത്ര വലിയ ആള് എനിക്ക് എന്നെ ആവശ്യമില്ലായിരുന്നു ഈ ചർച്ചക്ക്. ഇല്ല, എനിക്ക് പൂർത്തിയാക്കണ്ട, വേറെ ആൾക്ക് കൊടുത്തേക്ക്. പ്ലീസ് പൂർത്തിയാക്കൂ, സമയമില്ല. പൂർത്തിയാക്കാൻ കഴിയില്ല. പ്ലീസ് പറയൂ. അല്ലെങ്കിൽ അവര് മറ്റേ എനിക്ക് പറയണ്ട. അല്ല ഞാൻ എത്ര ക്ഷമയിൽ ഇവിടെ ഇരുന്നിട്ട് ഒരു മര്യാദ പോലെ എന്നോട് കാണിക്കുന്നെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? വേണ്ട, അത് അനിശ്ചിതമായി കിടക്കട്ടെ. ഞാൻ എൻ്റെ ബാക്കി ഫേസ്ബുക്കിൽ ഇട്ടോളാം. നമ്മൾ എന്നും ഇരിക്കുന്നതല്ലേ ഷാഫി ചാലിയം, പ്ലീസ് ഒന്ന് സഹകരിക്കൂ, ഒന്ന് പൂർത്തിയാക്കൂ. എന്താ എന്നെ പറയും? ഞാൻ അയാളും സമ്മതിക്കില്ല, നിങ്ങൾ സമ്മതിക്കില്ല. രണ്ടാളുമായി ഏറ്റുമുട്ടിയിട്ട് ഞാൻ എന്ത് പറയാനാ ഇതില്? എനിക്കിതിൽ പറയാൻ ഞാൻ ഒരുപാട് ഞാനല്ല ഞാൻ പറയുന്നത്. എന്നെ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ഇടയിൽ കയറുകയാണല്ലോ. ഞാനിപ്പോ എന്താ എനിക്ക് പറയാൻ അല്പ സമയമുള്ളൂ, അതങ്ങൾ അനുവദിക്കൂ. അവിടെ ഈ കിർമാണി മനോജും മറ്റേ ടൗസറും ശ്യാമൻ, ഈ സംഘങ്ങൾ മൊത്തം ഈ കണ്ണൂർ ജയിലിലാണ്. ഇവർക്ക് കിട്ടുന്ന ഭക്ഷണം, ഇവർക്ക് കിട്ടുന്ന ഫോണുകൾ, ഇവർക്ക് കിട്ടുന്ന മയക്കുമരുന്നൊക്കെ ചർച്ച ആയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജയിലിൽ ഒരു വിഭാഗത്തിന് വലിയ പരിഗണന കിട്ടുമ്പോൾ അതിൽ വലിയ കലാപം അപ്പുറത്ത് പരിഗണന കിട്ടാത്തവരുണ്ടാക്കും സ്വാഭാവികമായും. അപ്പോൾ അവരോട് കണ്ണിയും വേണ്ടി വരും. അത്തരത്തിൽ ഈ ഗോവിന്ദസ്വാമിയുടെ കാര്യത്തിൽ ഉണ്ടായ സൂക്ഷ്മതക്കുറവ്, ജാഗ്രതക്കുറവ് അതാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. മാത്രമല്ല 6 മണി കഴിഞ്ഞാൽ ജയിൽ ക്ലോസ് ചെയ്യണം. എന്നിട്ട് താക്കോല് പോയി ആരെ കയ്യിൽ വെക്കണമെന്ന് ഈ പ്രിസൺ ലോയിൽ പറയുന്നുണ്ട്. എന്നാൽ രാത്രി 10 മണിക്കും 11 മണിക്കും ജയരാജന്മാർ ആ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ നിയമനത്തിൻ്റെ കാര്യം പറഞ്ഞു. 65 എന്നത് തെറ്റാ, 100-ലേറെ ഉണ്ട്. ഇപ്പം എൻ്റെ ഫോണിലേക്ക് വന്നിരിക്കുന്ന അതിൻ്റെ കണക്ക് കണ്ണൂരിൽ നിന്ന്. ഒക്കെ സഖാക്കളാ, ഒക്കെ പിൻവാതിൽ നിയമനയാ. ഇവർക്ക് ഈ പ്രതികളെ നോക്കി ആ ജയിലിനുള്ളിലൊക്കെ പിൻവാതിൽ പാർട്ടിക്കാരെയാണ് നിയമിക്കുന്നത്. ജയിൽ നിയമങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്താണ്. കറണ്ടില്ല പോലും, എത്ര കാലം കറണ്ടില്ല. ഈ ഫെൻസിങ് എന്തുകൊണ്ടെങ്കിലും പ്രവർത്തിച്ചാൽ ഇതിനൊന്നും ഉത്തരമില്ല. ഇതിനൊക്കെ ചോദിച്ചാൽ എന്താണ് റിപ്പർ പിന്നെ ചാടിയില്ലേ മുങ്ങിയില്ലേ, അതാണോ അതിന് മറുപടി? ഇത് എന്ത് ചെറിയ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ കേരള പോലീസ് പഴുതടച്ച അന്വേഷണം, എന്ത് പഴുതടച്ച അന്വേഷണം? ഇത് കേൾക്കുന്ന മനുഷ്യർക്കിടയിൽ നിന്നല്ലോ നിങ്ങളെ മുമ്പിൽ കാർക്കിച്ച് തുപ്പും. ഉണ്ണികൃഷ്ണൻ പറഞ്ഞില്ലേ, ഉണ്ണികൃഷ്ണനെ കിണറിൽ കണ്ടെത്തിയത്. രണ്ടാമത് വീണ്ടും ആ കിണർ വന്ന് കാണാൻ ഉണ്ണികൃഷ്ണന് തോന്നിയിട്ടില്ലെങ്കിൽ ഈ ചങ്ങായി ഗോവിന്ദസ്വാമിനെ എപ്പോഴും കിട്ടോ? ശരി, കേരളം എന്തായാലും ഇന്ന് ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. എങ്ങനെ ഗോവിന്ദസ്വാമി ചാടി എന്നതിന്റെ വിവരങ്ങൾ വന്നതാണ്. എത്രത്തോളം ഗൗരവത്തിൽ ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകും, 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഷനിൽ ഇത് അവസാനിക്കുമോ എന്നുള്ള അടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കൃത്യമായ മറുപടിയാണ് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി SK സജീഷ്, ഷാഫി ചാലിയം, KG സൈമൺ, ഉണ്ണികൃഷ്ണൻ, സുമതി, ഒപ്പം ഡോക്ടർ ഷേർലി വാസു ചർച്ചയിൽ പങ്കെടുത്തതിനെ കാണാം. Debate with Smriti Parithikkad.